ബലാത്സംഗികളുടെ ഗവൺമെന്റ് അല്ലാതെ എന്താ? ബലാത്സംഗികളുടെ ഗവൺമെന്റ് അല്ലാതെ എന്താ? നിങ്ങൾ ബലാത്സംഗികളുടെ വക്താക്കന്മാരാണ്. നിങ്ങളുടെ രാജു പി നായർ പറഞ്ഞത് ഗോഡ്സെ, രാജു പി നായർ പറഞ്ഞത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പറ്റിയാണ്, അങ്ങേ പറ്റി അല്ല, അങ്ങയുടെ രാഷ്ട്രീയത്തെ പറ്റി അല്ല. രാവിലെ പിണങ്ങി പോലെ രാമരാജ്, രാവിലെ പിണങ്ങി പോലെ ആ പോയി. എന്താണ് അവിടെ സംഘട്ടൻ? രാജ്യത്തിന്റെ യുവതലമുറ ഗട്ടർ ജനറേഷൻ, ഫിൽറ്റർ, ഗാർബേജ്, അഗ്ലി എന്നൊക്കെ അങ്ങ് വായി തോന്നി ഛർദ്ദിച്ചു വെക്കാൻ ഏതെങ്കിലും സൈബർ കുഴുത്തുരുമല്ല. BJPയുടെ മാണ്ടി MP ആണ് കങ്കണ. ഞാനാണെങ്കിൽ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കും, വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ കൊല്ലും, ശവങ്ങൾ പെറുക്കി മാറ്റി 4 മണിക്കൂർ കൊണ്ട് ക്ലീൻ ആക്കും. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. കൊച്ചുമക്കളുടെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് നേരെയാണോ തന്റെ തെമ്മാടി വർത്താനം? കരിമൂർക്കം ചീറ്റുവോ ഈ അളവിൽ കാളകൂടം? ഉളുപ്പില്ലാതെ എന്ന റേപ്പ് മോങ്കറിംഗ് ആണ്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്നാണ് വൈകൃതം, പന്ന വർത്താനം. സൈദ്ധാന്തിക നേരത്തെ കൺവീനറാണ് ബൗദ്ധിക് സെൽ ഭാജപ. ഇവൻ ആളും ഒന്നെണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. രാജ്യത്തെ ഒരു തലമുറയെ മുഴുവൻ സ്വാധീനിച്ച ഒരു സമരത്തിനൊടുവിൽ അതിനെ സംബന്ധിച്ച് രാജ്യത്ത് പാർലമെന്റ് ഒരു ചർച്ച നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒളിച്ചോടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ബലാത്സംഗത്തെ ന്യായീകരിക്കുന്ന ഒരാളെ പിടിച്ച് പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയാക്കി നിർത്തി കൂട്ടബലാത്സംഗത്തെ നമ്മളിപ്പോ ഇവിടുത്തെ ശ്രീ ടി വി പ്രസ്താവനയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതേ പ്രസ്താവന ഇങ്ങനത്തുള്ള വർഗീയവാദികളെയും ലൈംഗിക അരാജകവും ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരുടെ ഒക്കെ പേര് പറഞ്ഞ് നെയിം ആൻഡ് ഷെയിം തന്നെയാണ്. രണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും അവിടെ അരാജകത്വം ഉണ്ടാക്കിയത് പോലീസും സർക്കാരും അല്ലെങ്കിൽ എന്തിനായിരുന്നു അവിടെ ലാത്തിയിൽ ആണി അടിച്ചു കൊണ്ടുവന്നത്? ഒരു സമാധാനപരമായ ഒരു പ്രൊട്ടസ്റ്റേഴ്സിനെ നേരിടാൻ ആണി അടിച്ച ലാത്തിയും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഇവിടെ ഗൂഢാലോചന പോലീസ് തന്നെ നടത്തി. പ്രത്യേകമായ അനുമതി ആവശ്യമായ RAFന്റെ പെല്ലറ്റ് ഗൺ എന്തിനു കൊണ്ടുവന്നു? അപ്പോ അടിച്ചമർത്തുക എന്നുള്ളതും അവിടെ കലാപം ഉണ്ടാക്കുക എന്നുള്ളതും ഈ സംഘപരിവാറിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തീരുമാനമായിരുന്നു. അതിനുള്ള ഗൂഢാലോചനയായിരുന്നു. അപ്പൊ അത്തരത്തിൽ വലിയ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ യുവാക്കളുടെ ശബ്ദത്തെ, പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. അയാൾ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ കുട്ടികളെ ഞാൻ വല്ലോ ആയിരുന്നെങ്കിൽ കുട്ടികളെ കൂട്ടത്തോടെ വെടിവെച്ച് കൊന്ന് കുറെ ശവങ്ങളൊക്കെ ആശുപത്രി കൊണ്ടുപോയി 4 മണിക്കൂർ കൊണ്ട് ക്ലീൻ ആക്കിയായിരുന്നു എന്ന് മാത്രമാണോ? അതായത് റേപ്പ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് ഇവർ റേപ്പ് അവർ പരാതിപ്പെടാത്ത കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് വഷളത്തരത്തിന്റെ പരമാവധി. BJPയുടെ ഏതോ വലിയ ഇന്റലിജൻസ് കൺവീനർ നേരത്തെ, ഇന്നിപ്പോ നിങ്ങളുടെ MP കങ്കണ റണൌട്ട് രാജ്യത്തെ കുട്ടികളെ ഒന്നാകെ അധിക്ഷേപിക്കുന്നു. ഹിന്ദു പെൺകുട്ടികളെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം, എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? അവർ ഫിൽത്താണ്, അവരെന്തോ വൃത്തികെട്ടവരാണ്, അവർ വൾഗറാണ്, അവരെന്തോ ഡർട്ടിയാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, വീട്ടുകാർ പറഞ്ഞ് കേൾക്കാത്തവരാണ്. വെറുപ്പിനൊരു പരിധിയില്ലേ ശാബരാജ്? പോട്ടെ, ലോക്സഭയിൽ ഇന്ന് BJPയോ സർക്കാരിനോ അല്ല വിഡ്ഢികൾ എന്ന് രാഹുൽ പറഞ്ഞത്. അത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ട്രഷറി പേജ് അത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് ഞങ്ങളെ മാത്രമാണെന്ന് തോന്നൽ എന്തിനാണ് ശാമരാജ്? ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. ഇവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇഡിയറ്റ് എന്നുള്ള ഒരു പദപ്രയോഗം നടത്തിയത് അതൊരു നിങ്ങൾ നാർജിക്കും. ഇപ്പൊ ഈ ചർച്ചയിൽ ഇരുന്നിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഈ ചർച്ച നയിക്കുന്ന ആള്, ഞാനൊരു കുട്ടിയോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഈ ചർച്ച നയിക്കുന്ന ആൾ ഒരു ഇഡിയറ്റ് ആണെന്ന് കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഞാൻ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളുമായിട്ട് സംവദിക്കുന്നവരാണ്, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് എന്ത് പ്രൂഫാണുള്ളത്? ഇനി സഭയിൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് തന്നെ അങ്ങനെ എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും? ഞാൻ സമരക്കാരായിട്ടുള്ള ഒരു കുട്ടിയോട് സംസാരിച്ചു, അപ്പോഴത്തേക്ക് പറഞ്ഞു സമരത്തിന്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് മുതലെടുക്കാവുന്ന ഒരു മുതലെടുപ്പുകാരാണ് ചിലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആവുമോ? അപ്പോൾ ആരെ വേണമെങ്കിലും ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടോ അങ്ങനെയോ അല്ലാതെയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തർക്കിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. വിഡ്ഢികൾ എന്ന് പറയുന്നത് അത്രയും ഇപ്പം ഗോലിമാരോ സാലോങ്കോ എന്ന് നിങ്ങളുടെ അനുരാഗ് താക്കൂർ പറഞ്ഞ പോലെ അത്ര പ്രശ്നമുള്ള വാക്കൊന്നും അല്ലല്ലോ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ 3 വിഭാഗം ആൾക്കാരുണ്ട്. 1 വിദ്യാർത്ഥികളാണ്, 2 ഇപ്പം വിഡ്ഢികളാണ്. അവർ വിചാരിക്കും എല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് കരുതും. 3 അന്തം ഭക്തരാണ്. അവർ അതിനേക്കാൾ പ്രശ്നമാണ്. അന്തം ഭക്തർ എന്ന് പറഞ്ഞാൽ ഈ വിഡ്ഢികളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ഫോളോ ഇഡിയറ്റ്സ് എന്ന് പറയാണ്. ആരെ പറ്റിയും പറഞ്ഞതല്ല. ഒരു ജനറൽ പ്രസ്ഥാനം നടത്തിയപ്പോഴേക്കും അയ്യോ എന്നോട് ചാടി എഴുന്നേക്കേണ്ട കാര്യം എന്താണ്? ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അത് ഞങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് വിചാരിക്കേണ്ട കാര്യം എന്താണ്? അല്ല എന്റെ ഹാഷ്മി, അതൊരു സഭയിലൊരു ഇങ്ങോട്ട് ചർച്ചകൾ നടക്കില്ലേ? ഇത് ഞാൻ പറഞ്ഞേക്ക്, ഇത് ഹാഷ്മി വിചാരിക്കുന്ന രീതിയിൽ മാത്രമേ ചർച്ച നടക്കാൻ വേണ്ടിയിട്ട് പാഠം വെച്ച് നടക്കുന്ന കാര്യമാണോ? ഒരു സഭയാകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ എന്തൊക്കെ ഉണ്ടാവും? ഇന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ എന്താണ്? 30 വാഹന വ്യൂഹങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ശ്രീ അമിത്ഷാ പോകുന്നത്. അദ്ദേഹത്തിന് കൈകുറിക്കുന്നു എന്തൊക്കെയാ പറഞ്ഞു? ഏത് 30 വാഹനം? ആ സഭയിൽ എന്തൊക്കെ ചർച്ചകൾ അങ്ങനെ ഉണ്ടാകുന്നു? 30 വാഹനം ഉണ്ടാക്കുക. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നിങ്ങളുടെ ഏതെങ്കിലും ഫുട്ടേജ് എടുത്ത് കാണിച്ചു തന്നെ തന്നെ പരമാവധി 10-15 വാഹനങ്ങളൊക്കെ വെച്ചിട്ട് പല സ്ഥലങ്ങളിലെ സെക്യൂരിറ്റി അനുസരിച്ചിട്ട് മാറി മറിഞ്ഞു വരും. സംശയമൊന്നുമില്ലല്ലേ?
അപ്പൊ ഹാഷ്മി അതിൽ ഏതെങ്കിലും ഒക്കെ ഒരു കാര്യം എടുത്തിട്ട് എന്താണ് അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞാൽ തിരിച്ചും പറയാൻ ഒരുപാടുണ്ട്. ഇങ്ങനെ പറഞ്ഞെന്താ? ഇന്നലെ പ്രിയങ്ക ഗാന്ധി പറയുന്നു എന്താണ് നന്ദൻ നിലേക്കർ ടാസ്ക് ഫോഴ്സിൽ ഒരു ഗോമൂത്ര വിദഗ്ധനുണ്ട്. അപ്പൊ തുടങ്ങി പ്രതിഷേധം. ഗോമൂത്ര വിദഗ്ധൻ എന്ന് പറയുന്നത് ബാക്കി ആർക്ക് അധിക്ഷേപമായി തോന്നുന്നു? നിങ്ങൾക്ക് അധിക്ഷേപമായി തോന്നാവോ? ഇപ്പൊ കാമകോടി ഉദ്ദേശമാണെങ്കിൽ അദ്ദേഹം ഗോമൂത്രത്തെ പറ്റി ആഴത്തിൽ പഠിക്കുന്ന ആളാണ്. ശവത്തെ കുത്തരുത്. ഗോമൂത്രം ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഫംഗൽ ആണ്, എന്തോ ഗുരുതരമായ ബവൽ സിൻഡ്രോം മരുന്നാണ്, ചുമ്മാ തള്ളുന്നതാണ് എന്നൊക്കെ തള്ളിയ ആളല്ലേ അദ്ദേഹം നന്നായി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തെ ഗോമൂത്ര വിദഗ്ധൻ എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവുന്ന കാര്യം എന്താ ശ്യാം? നിങ്ങളതേ ബഹുമതിയായി കാണേണ്ടവരല്ലേ? നീ എന്താടോ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? അല്ലല്ല അങ്ങനെ പറയല്ലേ ഹാഷ്മി. അതെന്താ അറിയോ, അതാ ഞാൻ പറഞ്ഞത്, ഒരു സഭയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവുന്നേ. അതിനകത്ത് ഒരു കാര്യത്തിൽ മാത്രം എടുത്തിട്ട് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇതിനകത്ത് ഹാഷ്മിയുടെ പ്രശ്നം എന്താ, നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അതിനെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കലാണ്. അതല്ല, അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി എന്തൊക്കെ പറയുന്നു, പ്രിയങ്ക ഗാന്ധി എന്തൊക്കെ പറയുന്നു, ആ കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ 1 to 1 നടന്ന് ചർച്ച ചെയ്തേ. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. കഴിഞ്ഞ 6 ദിവസമായിട്ട് സഭയിൽ ഇവർ അലങ്കോലം ഉണ്ടാക്കിയിട്ട് 7ാമത്തെ ദിവസം വന്നിട്ട് അമിത്ഷാനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക? ഇനി ഈ 13-ാം തീയതി വരെ സഭ നടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ സാധാരണഗതിയിൽ. എങ്ങനെയാ കാര്യങ്ങൾ? ഹാഷ്മിനകത്തെ പ്രശ്നം അറിയോ, ഒരു സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ അത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരാണെങ്കിലും ഈ സഭ കഴിഞ്ഞ 6-7 ദിവസം കൊണ്ട് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ വായിൽ തോന്നിയത് ഗോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുന്നത് ശരിയല്ല. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? അവിടെ നടത്തിയത് രാജ്യത്തിന്റെ കുട്ടികളാണ്. അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? അവർ ഉന്നയിക്കുന്ന ആവശ്യം പലയാവർത്തി ചോദ്യക്കപ്പർ ചോർന്നു. അവരുടെ കൂടപ്പിറപ്പുകളായ 10-20 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അവർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിക്കുകയാണ്. ഈ അക്രമം കൊടുക്കാൻ ആര് ഉത്തരവിട്ടു എന്നതിന് മറുപടി വേണ്ട രാജ്യത്തിന്. ശ്യാമരാജ്, പ്രതിപക്ഷത്തെ ചോദ്യം മാത്രമല്ല, രാജ്യത്തിന്റെ ചോദ്യമല്ലേ? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. മക്കളുള്ള ഓരോ രക്ഷിതാക്കളുടെ ചോദ്യമല്ലേ? അല്ലല്ല, ഹാഷ്മി ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഞാൻ ഉത്തരം തരാം. ഈ വിഷയത്തിലാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചുമ്മാ ഇത് നിങ്ങളുടെ തോന്നുന്നവരുള്ള ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് കൊണ്ടിരുമ്പോഴാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. ഇത്ര സീരിയസ് ആയിട്ട് വിഷയം നടക്കണം. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായാലോ? അത് കഴിഞ്ഞ ആഴ്ച 1-2 നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. എന്നിട്ട് ഏതോ ഒരു വിഷയം എടുത്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞാൽ ഇവരങ്ങനെ പറഞ്ഞാൽ എത്രയോ സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ച നടക്കേണ്ട സ്ഥലമാണ്. ഇന്ന് നടന്നുള്ള ചർച്ചകൾ എന്തൊക്കെയാണ്? ഇന്ന് പാസ്സായിട്ടുള്ള ബില്ല് എന്താണ് ചർച്ച ചെയ്യുന്ന ഹാഷ്മി? നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? അല്ല, നിങ്ങൾക്ക് മറ്റേ കഥാപ്രസംഗം വായിക്കാൻ വേണ്ടി പ്രോപ്പർട്ടിയിൽ കുറെ സാധനം എഴുതി വെച്ചിട്ട് അതന്നെ ഇവിടെ പറഞ്ഞാൽ മതിയോ? അല്ല ശ്യാമരാജ്, ഇവിടെ ശരി, നമുക്ക് ചർച്ച ചെയ്യാം. അതിനൊരു രാജ്യത്തിന്റെ യുവാക്കളെ തല്ലിച്ചതച്ചു, അവരെ ആണിവെച്ച ലാത്തി കൊണ്ട് മർദ്ദിച്ചു, അവർക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ച് ആക്രമിച്ചു, അവർക്ക് മാരകമായി പരിക്കേറ്റു. ഒരു വിദ്യാർത്ഥി കാഴ്ച തിരിച്ചിട്ടോ എന്ന് ഉറപ്പ് ഇപ്പോഴും ഇല്ല. അവരുടെ ദേഹം അരിപ്പ പോലെയാക്കി പോലീസ്. ആരുത്തരവിട്ടു എന്നൊരു ചോദ്യം രാജ്യത്തിന് മറുപടി വേണ്ടേ ശ്യാമേ? അത് കഴിഞ്ഞിട്ടാവാന്ന് ഈ പറഞ്ഞ ചർച്ച. സ്ത്രീകളെ, കുട്ടികളെ എങ്ങനെയാണ് ആ പോലീസ് കൈകാര്യം ചെയ്യുന്നത്? സ്ത്രീകളെ കടന്നുപിടിക്കുകയാണ്, അവരുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തിവെറ്റ് കുത്തുകയാണ്, വെറുതെ നിൽക്കുന്ന പെൺകുട്ടിയുടെ കരണക്കുറ്റിക്കടിക്കുകയാണ്. ഇത് കൃത്യമായിട്ടുള്ള ഈ BJP കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ചെയ്യുവോ? ബലാത്സംഗത്തിലൂടെ ഇവർക്ക് ഹിന്ദുത്വം കൊണ്ടുവരാന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരും വിഡ്ഢികളാണ് ഇവർ. അത് പുതിയ തലമുറയുടെ പറ്റില്ല. ഇവരുടെ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ആയുധം സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നല്ല അടികൊള്ളാത്തതിന്റെ. ലൈംഗികമായി സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ്, അവരെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ആയുധമാണിത്. ഇവർ ചിന്തിക്കണം, ഇവർ ഏത് തലമുറയിലാണ് ജീവിക്കുന്നത്, ഇവർ ഏത് തലമുറ. നമ്മുടെ കുട്ടികളെ പറയുന്നത് വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? രാഷ്ട്രീയം പറയണമെങ്കിൽ രാഷ്ട്രീയം പറയണം. നിങ്ങൾ തോന്നിയ ദിവസം പറയാൻ ഇത്തരത്തിലുള്ള ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോൺഗ്രസ്സുകാരാണ്. അല്ലല്ല സജിപിതാർ, അത് ഈ പറഞ്ഞ രാംപുരിയാനി അല്ലല്ല ഡോക്ടർ രാംപുരിയാനെ പോലെയുള്ളവർ ഈ പറയുന്ന എന്താണ് ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ് സവർക്കർ എഴുതിയതിൽ അതിനകത്ത് ഈ പറയുന്ന റേപ്പിനെ ടൂളാക്കി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിലയിരുത്തലാണ്. ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ആയുധം ഉപയോഗിച്ചത് 2002-ലാണ്. ആ 2002-ൽ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇവർ ചെയ്ത കൂട്ടബലാത്സംഗങ്ങളാണ്. ബജറംഗ് ദളിന്റെ നേതാവ് ഉൾപ്പെടെയുള്ളല്ലോ കൂട്ടബലാത്സംഗം ചെയ്തു. അങ്ങനെ കൂട്ടബലാത്സംഗത്തിൽ പ്രതിയായിട്ടുള്ള ആൾക്കാരെ, അങ്ങനെ കൂട്ടബലാത്സംഗത്തിൽ പ്രതിയായിട്ടുള്ള ആൾക്കാർക്ക് CBIയുടെ പോലെ എതിർപ്പ് മറികടന്ന് അവരെ തുറന്നുവിട്ട ഗവൺമെന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ബലാത്സംഗികളുടെ ഗവൺമെന്റ് അല്ലാണ്ട് എന്താ? ബലാത്സംഗികളുടെ ഗവൺമെന്റ് അല്ലാണ്ട്
എന്താ? കോൺഗ്രസ് പാർട്ടിയാണ് ഈ നിങ്ങൾ രാജ്യത്തെ ബലാത്സംഗികളുടെ ഏറ്റവും വലിയ വക്താക്കന്മാരാണ്. വംശഹത്യ നിങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ബലാത്സംഗം. വീട് അത് ശ്യാമരാജ് അറിയാൻ പാടില്ല. ശ്യാമരാജ് ചരിത്രം പഠിച്ചവർക്ക് അതാണ് പറഞ്ഞത്. ഇതിനുള്ളൂ ഞങ്ങളുടെ ബുദ്ധി. മനസ്സിലായില്ലേ? ഹിന്ദുത്വ തീവ്രവാദികളുടെ ശരി, രാജു പീതർ ഉണ്ടെങ്കിൽ ആരോപണം ഗുരുതരമായ ആരോപണമാണ്. അതിന് മറുപടി ഞാൻ താങ്കളിലേക്ക് എത്തും. രാജു പീതർ ഒന്ന് പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. സജ്ജൻ കുമാർ ഞാൻ പറയുന്നത് ജസ്റ്റ് പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോളൂ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് വന്നിരുന്നിട്ട് അയാൾക്ക് വായി തോന്നിയെല്ലാം വിളിച്ചു പറയുമ്പോഴത്തേക്ക് അതിനുള്ള ലൈസൻസ് കൊടുത്തിട്ട് ഹാഷ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നതല്ല ഞങ്ങളുടെ ഐഡിയോളജി വിളിച്ചു പറയാമെന്ന് നടക്കൂല ഹാഷ്മി. ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. മാന്യതയ്ക്ക് നിരക്കാത്ത, മര്യാദയ്ക്ക് നിരക്കാത്ത ചർച്ചകൾ ഞാൻ ബഹിഷ്കരിക്കുന്നു. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. രാജു പി നായർ പറഞ്ഞത് ഗോഡ്സെ, താല്പര്യമില്ല. രാജു പി നായർ പറഞ്ഞത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പറ്റിയാണ്. അങ്ങേ പറ്റി അല്ല, അങ്ങയുടെ രാഷ്ട്രീയത്തെ പറ്റി അല്ല. രാവിലെ പിണങ്ങി പോലെ രാമരാജ്, രാവിലെ പിണങ്ങി പോലെ ആ പോയി. അപ്പൊ അതിനൊരു തീരുമാനമായി.